ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. കഥ തുടങ്ങുമ്പോൾ ഹീറോയിൻ ഹസ്ബൻഡിന്റെ ഒപ്പം ഒരു കുതിര സവാരി നടത്തുന്നതായി കാണിക്കുന്നു. ആ സമയം വളരെ പ്രണയത്തോടെ ഹീറോ അവളോട് സംസാരിച്ചിരിക്കുന്നു. അവളും തിരിച്ച് വളരെ സ്നേഹമായി മറുപടി പറയുന്നു. പക്ഷേ ഹീറോ അവളെ ഒന്ന് ചുംബിക്കാൻ ശ്രമിച്ചു നോക്കി. എന്നാൽ ഹീറോയിൻ പെട്ടെന്ന് ഇഷ്ടപ്പെടാതെ മുഖം വെട്ടിത്തിരിച്ചു. ആ പ്രവൃത്തി ഹീറോയ്ക്ക് ദേഷ്യമുണ്ടാക്കുന്നു. അവൻ ഉടനെ തന്നെ വണ്ടി നിർത്തി അവളെ വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കി വലിച്ചയച്ച് കൊണ്ടുപോകാൻ തന്റെ ജോലിക്കാരോട് ആജ്ഞാപിക്കുന്നു. അവന്മാർ ഹീറോയിനെ കൊണ്ടുപോയി അവളുടെ കൈകൾ രണ്ടും കെട്ടിയിട്ട് വായു മൂടി കെട്ടിയ ശേഷം ചാട്ടവാർ കൊണ്ട് അവൾക്ക് പുറം പൊളിയുന്ന അടി കൊടുക്കാൻ തുടങ്ങി. അതായിരുന്നു ഭാര്യ തനിക്കൊപ്പം കഴിയാതെ എതിർപ്പ് കാണിച്ചാൽ ഹീറോ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ. അതിനൊടുവിൽ ജോലിക്കാരെ കൊണ്ട് തന്നെ ഹീറോ ഭാര്യയെ പരിപാടികൾ ചെയ്യാനായി ഓർഡർ കൊടുക്കുകയും ചെയ്യും. വളരെ വിചിത്രമായ ഒരു ജീവിത രീതി ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞ് അവർ എല്ലാം മറന്ന് പെരുമാറുമായിരുന്നു. തുടർന്ന് വീട്ടിൽ വെച്ച് നിന്റെ ഈ പിടിവാശി മാറ്റിയില്ലെങ്കിൽ ഇനിയും എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് ഹീറോ അവളോട് പറഞ്ഞു. പക്ഷേ ഹീറോയ്ക്കൊപ്പം കഴിയാൻ അവൾക്ക് മനസ്സുകൊണ്ട് അനുവദിക്കുന്നില്ല. അയാൾക്കൊപ്പമുള്ള ബന്ധപ്പെടലിനോട് അവൾക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. തുടർന്ന് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹീറോ അവളെയും കൂട്ടി വെക്കേഷന് ഹാപ്പിയായി കറങ്ങാൻ പോകുന്നു. അങ്ങനെ അവർ ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഹീറോയുടെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം ഇരുന്ന് അവർ ഫുഡ് കഴിക്കുന്നു. അയാളെ ഹീറോയിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ നോട്ടവും ഭാവവും ഒന്നും ഹീറോയിന് തീരെ രസിക്കുന്നില്ലായിരുന്നു. തുടർന്ന് ഒരു ഫ്രണ്ടിന്റെ ഒപ്പം പുറത്തുപോയി തിരികെ കാറിൽ യാത്ര ചെയ്തു വരുന്ന ഹീറോയിനോട് അവൾക്കൊപ്പം പഠിച്ച ഒരു കൂട്ടുകാരി ഇപ്പോൾ ഒരു വെടിശാലയിലാണ് ജോലി ചെയ്യുന്നതെന്ന് ആ ഫ്രണ്ട് ഹീറോയിനോട് പറയുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഓരോ ദിവസവും ഓരോ ആളിനൊപ്പം ആസ്വദിക്കാൻ അവൾക്ക് ഇപ്പോ കഴിയുന്നുണ്ടാവാം, നമ്മളെ കൊണ്ട് അങ്ങനൊന്നും പറ്റില്ല എന്നൊക്കെ ഫ്രണ്ട് പറയുന്നത് കേട്ട് ഹീറോയിൻ ഒരു നിമിഷം ഒരു ആകാംക്ഷയോടെ ഇരുന്നു. അവളുടെ മനസ്സിൽ ആ സ്ഥലം എവിടെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് മുഴുവൻ ഹീറോയിന്റെ മനസ്സിൽ ഫ്രണ്ട് പറഞ്ഞ ആ സ്ഥലത്തിന്റെയും അവിടെ നടക്കുന്ന കാര്യങ്ങളെയും കുറിച്ചായിരുന്നു. കൂടാതെ കുട്ടിക്കാലത്ത് അവൾക്ക് സംഭവിച്ച ഒരു ദുരന്തത്തെക്കുറിച്ചും അവൾ ഓർത്ത് ദുഃഖിക്കുന്നു. അടുത്ത ദിവസം ഹീറോയുടെ ഫ്രണ്ടുമായി കണ്ടുമുട്ടിയ അവൾ അയാളുമായി ചെറുതായി ഒന്ന് ഉരസിയെങ്കിലും അവനിൽ നിന്നും ഒരു വെടിശാലയുടെ മേൽവിലാസം ഹീറോയിന് കിട്ടുന്നു. അയാൾ പതിവായി അവിടെ പോകാറുണ്ടെന്നും വെടി പൊട്ടിക്കാറുണ്ടെന്നും ഒക്കെ ഹീറോയിനോട് പറഞ്ഞെങ്കിലും ഹീറോയിൻ അത് വെറുതെ വിട്ടുകളഞ്ഞില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ആസ്വദിക്കണമെന്നൊക്കെ അവളുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ഹീറോയിൻ ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവൾക്ക് അവിടെ പേടിയായിരുന്നു. അവിടെ എത്തിയിട്ടും പേടി കാരണം അവൾ അകത്തേക്ക് കയറിയില്ല. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവൾ അവിടെ കയറിപ്പറ്റി. ശേഷം ഹീറോയിൻ അവിടുത്തെ നടത്തിപ്പുകാരി ചേച്ചിയെ കാണുന്നു. ചേച്ചിയെ കണ്ടിട്ടും പേടിച്ച് മിണ്ടാതെ നിന്ന ഹീറോയിനോട് വന്ന കാര്യം അവർക്ക് പിടികിട്ടിയ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ജോലി ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് 50-50 എടുക്കാമെന്ന് ചേച്ചി പറഞ്ഞതും ഹീറോയിൻ പെട്ടെന്ന് പോകാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ അവളോട് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ചേച്ചി അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവിടെ ജോലി ചെയ്യാൻ ഹീറോയിൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നു. ദിവസവും 2 മണിക്കൂറാണ് ഹീറോയിന്റെ അവിടുത്തെ ജോലി സമയം. അങ്ങനെ ഹീറോ അറിയാതെ ഹീറോയിൻ മനസ്സിലെ ആഗ്രഹം കൊണ്ടും വളരെ കാലമായി മറ്റൊരാൾക്കൊപ്പം കഴിയാനുള്ള ആസക്തി കൊണ്ടും ഹീറോയിൻ അന്ന് തന്നെ ജോലിക്ക് അവിടെ കയറാൻ തീരുമാനിക്കുന്നു. തുടർന്ന് നടത്തിപ്പുകാരി ചേച്ചി ഹീറോയിനെ വരവേറ്റ് കൊണ്ടുപോയി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് അവിടുത്തെ സ്ഥിരം കസ്റ്റമറായ ഒരാൾ അവിടേക്ക് കടന്നു വരുന്നു. നടത്തിപ്പുകാരി ചേച്ചി പുതിയ ആളാണെന്ന് പറഞ്ഞ് ഹീറോയിനെ അയാൾക്ക് പരിചയപ്പെടുത്തുന്നു. ശേഷം ഹീറോയിന്റെ ആദ്യത്തെ ദിവസം തന്നെ അയാൾക്കൊപ്പം കഴിയേണ്ടി വരുന്നു. പക്ഷേ അവൾ പേടിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നോക്കി. എന്നാൽ അയാൾ അവളെ വിട്ടില്ല. തനിക്ക് വഴങ്ങാതെ വന്നപ്പോൾ അയാൾ ഹീറോയിനെ ബലമായി പിടിച്ചു കിടത്തി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ശേഷം അവളും എല്ലാത്തിനും സഹകരിക്കാനും തുടങ്ങി. തുടർന്ന് ആഗ്രഹങ്ങൾ സാധിച്ച ശേഷം ഹീറോയിൻ തിരികെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ വീട്ടിലെത്തി അവൾ ചെയ്തതിന്റെ കുറ്റബോധം കണ്ട് ഒരു കുളിയും പാസാക്കി. അവൾ അന്ന് ഇട്ടിരുന്ന വേഷങ്ങളെല്ലാം തീയിലേക്കിട്ട് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ കിടക്കുന്നത് കണ്ട് നിനക്കെന്താ വയ്യേ എന്ന് ചോദിച്ച് അവളുടെ ഹസ്ബൻഡ് അടുത്തേക്ക് വരുന്നു. പക്ഷേ അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ പേടിച്ച് അവൾ ഉറക്കം നടിച്ച് കിടക്കാൻ നോക്കി. തുടർന്ന് ഹസ്ബൻഡ് താൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷകളെ കുറിച്ചോർത്ത് ഹീറോയിൻ പരിഭ്രമിച്ച് കിടന്നുറങ്ങി. തുടർന്ന് ഒരാഴ്ച ഹീറോയിൻ ആ സ്ഥലത്തേക്ക് പോകുന്നില്ല. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഹീറോയിൻ അവിടേക്ക് വീണ്ടും കയറി ചെല്ലുന്നു. പക്ഷേ അവിടുത്തെ നടത്തിപ്പുകാരി ചേച്ചി അവളെ വഴക്ക് പറയുന്നു. തുടർന്ന് ഞാൻ ഇനി സ്ഥിരമായി വന്നോളാമെന്നും ഹീറോയിൻ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവിടെയുള്ള മറ്റ് പടക്കം ചേച്ചിമാരുമായി ഹീറോയിൻ നല്ല കമ്പനിയാകുന്നു. തുടർന്ന് അവിടെ ഒരു കസ്റ്റമർ കയറി വരുന്നു. ഹീറോയിനെ അയാൾക്കൊപ്പം പോകാനായി അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹീറോയിൻ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ഊരിമാറ്റി റെഡിയായി നിൽക്കുന്നു. പക്ഷേ
പക്ഷേ അയാളുടെ രീതികൾ വളരെ വിചിത്രമായതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ വരാനായി പറഞ്ഞ് ഹീറോയിനെ അയാൾ പുറത്താക്കുന്നു. ശേഷം അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്നും പറഞ്ഞ് മറ്റൊരു പെണ്ണിനെ നടത്തിപ്പുകാരി ചേച്ചി അയാൾക്കൊപ്പം പറഞ്ഞു വിട്ടു. തുടർന്ന് ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു പഠിച്ചോളാൻ പറഞ്ഞ് ഹീറോയിനെ മറ്റൊരു റൂമിൽ വിളിച്ചുകൊണ്ടുപോയി ചുവരിലെ ഹോളിലൂടെ അകത്തേക്ക് നോക്കാൻ നടത്തിപ്പുകാരി ചേച്ചി പറയുന്നു. അങ്ങനെ ഹീറോയിൻ അവരുടെ കളികൾ ആ ഹോളിലൂടെ കണ്ടു പഠിക്കുന്നു. തുടർന്ന് മറ്റൊരു കസ്റ്റമർ വന്ന് ഹീറോയിനെ ആവശ്യപ്പെടുന്നു. അവൾ അയാൾക്കൊപ്പം റൂമിലേക്ക് പോയി. ശേഷം അവൾ അയാൾക്കൊപ്പം ഹാപ്പിയായി അവിടെ അടിച്ചു പൊളിക്കുന്നു. കാര്യം കഴിഞ്ഞ് അയാൾ പോയ ശേഷം ഹീറോയിൻ തളർന്നു കിടന്ന് ഉറങ്ങുന്നു. തുടർന്ന് ഒരു പാർട്ടിയിൽ വെച്ച് ഹീറോയിൻ ഒരാളെ പരിചയപ്പെടുന്നു. അയാൾക്ക് അവളെ കാണുന്നതും ഇഷ്ടമായി. ശേഷം പണം തന്നാൽ കൂടെ വരാമോ എന്ന് അയാൾ അവളോട് ചോദിച്ചു. ഹീറോയിൻ അതിന് സമ്മതിച്ച് അയാൾക്കൊപ്പം പോകുന്നു. തുടർന്ന് മാനസികമായി ചെറിയ പ്രശ്നമുള്ള ആളാണ് അയാളെന്നറിഞ്ഞിട്ടും ഹീറോയിൻ പോയ ജോലിയെടുത്ത് കാശും വാങ്ങി തിരികെ വീട് പിടിക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തിയ ഹീറോയുമായി സംസാരിച്ചു കിടന്ന് അവനുമായി അന്ന് വളരെ ഇഷ്ടത്തോടെ പരിപാടികൾ നടത്തുന്നു. തുടർന്ന് ഹീറോയിൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് 2 കലിപ്പന്മാർ കയറി വരുന്നു. അവിടുത്തെ സ്ഥിരം കൈകളായ അവന്മാർ പുതിയ ആളായ ഹീറോയിനെ കാണുന്നു. ശേഷം ഹീറോയിനെ തനിക്ക് വേണമെന്ന് 2-ൽ-1 പറയുന്നു. അവൻ ഉടനെ തന്നെ അവളെയും കൂട്ടി റൂമിലേക്ക് പോയി. അവർ തമ്മിൽ ആദ്യം കുറച്ചുനേരം സംസാരിച്ച് പരിചയപ്പെട്ടപ്പോൾ തന്നെ അവന് പ്രായം വളരെ കുറവാണെന്ന് ഹീറോയിന് മനസ്സിലാകുന്നു. അവൻ ആള് കുറച്ച് ദേഷ്യക്കാരൻ ആയിരുന്നെങ്കിലും ഇതുവരെ തനിക്കൊപ്പം കഴിയാൻ വന്നവരെക്കാളും ഹീറോയിന് അവനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങുന്നു. ശേഷം ആ രാത്രി അവർ അവിടെ ഒന്നിച്ചു കഴിയുന്നു. തുടർന്ന് നീ ഇപ്പോൾ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോയതുപോലെ എനിക്ക് ഫീൽ ആകുന്നുവെന്ന് ഹീറോ അവളോട് പറയുന്നു. പക്ഷേ അവൾക്ക് മനസ്സിൽ കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് ഒന്നും പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വരുന്നു. ഹസ്ബൻഡ് തിരിച്ച് നല്ലവനായി തന്റെ ഇഷ്ടം പോലെ വരുന്നതറിഞ്ഞ് അവൾക്ക് മനസ്സിൽ സന്തോഷമാകുന്നു. തുടർന്ന് ഹീറോയുടെ ഒപ്പം കുറച്ചു ദിവസത്തേക്ക് അവളൊരു യാത്ര പോകുന്നു. ആ ദിവസങ്ങളിൽ അവൾക്ക് ജോലിക്ക് പോകാനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തിരികെ വന്ന അവളെ കാണാനായി ആ കലിപ്പം പയ്യൻ ഓടി വരുന്നു. ഇത്രയും ദിവസം ഒരു വാക്കുപോലും പറയാതെ നീ എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ച് അവൻ ഹീറോയിനോട് ചൂടാകുന്നു. ശേഷം ദേഷ്യം കൊണ്ട് അവൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു തകർക്കുന്നു. അവൻ ഹീറോയിനെ വല്ലാതെ മിസ് ചെയ്തെന്നും നിന്നെ ഞാൻ ഭ്രാന്തമായി സ്നേഹിക്കുന്നുവെന്നും അവളോട് അവൻ പറഞ്ഞു. ശേഷം അവർ മതിമറന്ന് അവിടെ ബന്ധപ്പെടാനും തുടങ്ങി. തുടർന്ന് അടുത്ത ദിവസം ഹീറോയുടെ ആ ഫ്രണ്ട് ഹീറോയിൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നു. അവിടെ വെച്ച് പ്രതീക്ഷിക്കാതെ ഹീറോയിൻ അയാളെ കാണുന്നു. അവൾ അവനെ കണ്ട് ആകെപ്പാടെ ഞെട്ടിത്തെറിച്ചു നിന്നു. തുടർന്ന് അയാൾക്കൊപ്പം റൂമിലേക്ക് പോകാൻ നടത്തിപ്പുകാരി ചേച്ചി അവളെ നിർബന്ധിക്കുന്നു. എന്നാൽ റൂമിലെത്തിയ ഹീറോയിൻ ഇക്കാര്യം തന്റെ ഹസ്ബൻഡ് അറിയരുതെന്ന് പറഞ്ഞ് അയാളോട് അപേക്ഷിക്കുന്നു. നിന്നെ ഒരിക്കലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് അയാൾ അവളോട് പറയുന്നു. അവൾ വീണ്ടും ഹസ്ബൻഡ് ഇതൊന്നും അറിയരുതെന്നും വേണമെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ബന്ധപ്പെടാൻ തയ്യാറാകാം എന്ന് വരെ ഹീറോയിൻ പറഞ്ഞു നോക്കി. എന്നാൽ ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവൻ തിരികെ പോയി. അതിനുശേഷം ഹീറോയിനെ വല്ലാത്ത ടെൻഷനായി തുടങ്ങി. ഹസ്ബൻഡിന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്ത് അവൾ ഭയപ്പെടുന്നതായി കാണിക്കുന്നു. തുടർന്ന് ഞാൻ ഈ തൊഴിൽ മതിയാക്കി പോവുകയാണെന്ന് ഹീറോയിൻ നടത്തിപ്പുകാരി ചേച്ചിയോട് പറയുന്നു. ഇനിയും ഇവിടെ നിന്നാൽ എന്റെ ജീവിതം തകരുമെന്ന് പറഞ്ഞ അവളോട് നിനക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ നിന്റെ തീരുമാനം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഹീറോയിനെ പോകാൻ അനുവദിക്കുന്നു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഹീറോയിൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് തൊഴിൽ നിർത്തി അവൾ പോയെങ്കിലും അവളെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ആ കലിപ്പം പയ്യൻ അവളെ തേടി വീട്ടിലേക്ക് വരുന്നു. അവനോട് തിരികെ പോകാൻ അവൾ എത്ര പറഞ്ഞു നോക്കിയിട്ടും അവൻ കേൾക്കുന്നില്ല. അവൻ ഹീറോയിനെ ഒരു ഹോട്ടലിലേക്ക് വരാനായി പറഞ്ഞ് അവന്റെ ആവശ്യം അറിയിക്കുന്നു. പക്ഷേ അവൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നിന്റെ ഹസ്ബൻഡിനോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന് അവൻ ഹീറോയിനെ ഭീഷണിപ്പെടുത്തുന്നു. ഒടുവിൽ അവൾക്ക് അവനോട് വരാമെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. തുടർന്ന് താഴേക്ക് പോയ കലിപ്പം പയ്യൻ ഹീറോയിന്റെ ഹസ്ബൻഡ് വരുന്നതും കാത്ത് നോക്കി നിന്ന് അവനെ വെടിവെച്ച് വീഴ്ത്തുന്നു. തുടർന്ന് കലിപ്പനെ പോലീസ് പിടികൂടുകയും പോലീസ് അവനെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ അവനെ വെടിവെച്ച് കൊല്ലുന്നു. ശേഷം ഹീറോ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് തിരികെ ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അവന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് അവൻ നടക്കാൻ കഴിയാതെ ചെയറിൽ ഇരിക്കേണ്ട അവസ്ഥയാകുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയുടെ ഫ്രണ്ട് അവളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് അവളുടെ ഹസ്ബൻഡിനെ അറിയിക്കാനായി അവിടേക്ക് വരുന്നു. പക്ഷേ അവന്റെ ഭീഷണിയിൽ അവൾ തളർന്നില്ല. ഹസ്ബൻഡിനോട് സത്യങ്ങൾ പറയാൻ തുനിഞ്ഞ അവനെ ഹീറോയിൻ തടഞ്ഞതുമില്ല. അങ്ങനെ അയാൾ ഹീറോയോട് അവളുടെ വെടിശാലയിലെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. ഹീറോയിന് ആകെ ടെൻഷനായെങ്കിലും അവൾ ധൈര്യം പിടിച്ചു നിർത്തി. അയാൾ പോയ ശേഷം അവൾ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയം ഹീറോയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ കരയുന്നത് കണ്ട് ഹീറോയിൻ കുറ്റബോധത്തോടെ ഇരുന്നു. പക്ഷേ പെട്ടെന്ന് ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടന്നു വന്ന് അവൻ ഹീറോയിനോട് വളരെ സന്തോഷത്തോടെ ഹോളിഡേ ആഘോഷിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അവൾക്ക് അത് കേട്ടപ്പോൾ അത്ഭുതമായി തോന്നി. ശേഷം തന്നോട് ക്ഷമിക്കാൻ തയ്യാറായ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് ഹീറോയിൻ നിൽക്കുന്നത് സിനിമയിലെ ഒരു ഫാന്റസി സീനായി കാണിച്ച് അവൾ സങ്കല്പിച്ച് കാണുന്നതായി ഒരു സസ്പെൻസ് നിലനിർത്തി സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ സിനിമ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്.